Good morning to one and all. Welcome to our classroom, Business Economics. Yesterday we discussed the meaning and definitions of economics detailedly. Today, discussed macroeconomics and microeconomics concept. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്കണോമിക്സിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ആയിരുന്നു. 4 ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേസിറ്റി ഡെഫിനിഷൻ ആൻഡ് മോഡേൺ ഡെഫിനിഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്, അതിൻ്റെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ആണ്. Simply, microeconomics is the study of a particular market and segment of the economy. It looks at the issues such as consumer behavior, individual labor markets, theory of the firms, etc. But in macroeconomics, it is the study of the whole economy. It looks at the aggregate variable such as aggregate demand, aggregate supply, national output, inflation, GDP, etc. of an economy. നിങ്ങൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന 2 കോൺസെപ്റ്റ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നാരോ സെൻസിലാണ്, മാക്രോ എക്കണോമിക്സ് കുറച്ചും കൂടി ബ്രോഡർ സെൻസിലാണ് പറയുന്നത്. ഒരു സിംഗിൾ യൂണിറ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു നാഷൻ്റെ എക്കണോമിക്ക് മൊത്തം ഹോളായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡിയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓൾറെഡി ഈ ടേംസ് നിങ്ങൾ +1 നിന്നും +2 നിന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഇൻവോൾവ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്നല്ല കൺസിഡർ ചെയ്യുന്ന കോൺസെപ്റ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് ഇൻഡിവിജ്വൽ മാർക്കറ്റ്, ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവിയർ, ദാറ്റ് മീൻസ് കൺസ്യൂമർ ചോയ്സ് തിയറി, ഇൻഡിവിജ്വൽ ലേബർ മാർക്കറ്റ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ, വേജ് ഡിറ്റർമിനേഷൻ, പ്രൊഡക്ഷൻ, കൺസംഷൻ, ഇങ്ങനെ പറയുന്ന സിംഗിൾ യൂണിറ്റ്സിൻ്റെ കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സിൽ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സിൽ വരുന്നത് ദ ഹോൾ ഓഫ് ദി കൺട്രിയാണ്. ദാറ്റ് മീൻസ് ഹോൾ ഓഫ് ദി എക്കണോമി കൺസിഡറേഷനാണ് ഓഫ് നാഷൻ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എക്കണോമിയിൽ വരുന്ന അഗ്രിഗേറ്റ് കോൺസെപ്റ്റുകളാണ് മാക്രോ എക്കണോമിക്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്. എക്സാമ്പിൾ മോണിറ്ററി ഓർ ഫിസ്ക്കൽ പോളിസീസ്, അതുപോലെ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്ത്, ഇൻ്റർനാഷണൽ ട്രേഡ്, ഗ്ലോബലൈസേഷൻ, GDP, ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ദ സൊസൈറ്റി or economic growth between the countries, government borrowings, revenues of the government, etc. These are involved in macroeconomics. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് പറയുമ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ കാണുന്ന ഈ ഫിഗേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ മാർക്കറ്റാണ്, പക്ഷേ മാക്രോ എക്കണോമിക്സ് ഹോൾ എക്കണോമിയാണ് കൺസിഡർ ചെയ്യുന്നത്. മൈക്രോ എക്കണോമിക്സിൽ എഫക്റ്റ് ഓൺ പ്രൈസ് ഓഫ് എ സിംഗിൾ ഗുഡ്, ഗുഡ്സ് ആണ്. ബട്ട് ഇൻ മാക്രോ എക്കണോമിക്സ് ഇറ്റ് ഈസ് എ ഇൻഫ്ലേഷൻ, ജനറൽ പ്രൈസ് ലെവലാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഇൻഡിവിജ്വൽ ലേബർ മാർക്കറ്റാണ് ഇൻ മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ. അൺഎംപ്ലോയ്മെൻറ്റ് ഓർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ നാഷൻ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് ദ നാഷനാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവിയർ ആണ് മൈക്രോ എക്കണോമിക്സിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ എക്കണോമിയാണ് മാക്രോ എക്കണോമിക്സിൽ കൺസിഡർ ചെയ്യുന്നത്. അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ മൈക്രോ എക്കണോമിക്സിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് എക്കണോമിയാണ് കൺസിഡർ ചെയ്തത്. ഇനി ഈ മൈക്രോ എക്കണോമിക്സിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സിലേക്കുള്ള മൂവ്മെൻറ്റ് സാധ്യമാകുന്നത്.
നമ്മൾ ഒരു സിമ്പിൾ പ്രോബ്ലം സിമ്പിൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു ഗ്രാഫ് നിങ്ങൾ ഓൾറെഡി അത് +2 നിന്ന് പഠിച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയം ക്രിയേഷൻസിന് വരുന്ന ഗ്രാഫ്. അപ്പോൾ ഈ ചേഞ്ചിങ് ഡിമാൻഡ് എന്ന് പറയുന്ന ഈ ഗ്രാഫ് റെപ്രസെൻറ്റേഷൻസ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ കാണിക്കുന്നത് മൈക്രോ എക്കണോമിക്സ് അനാലിസിസ് ഷോസ് ദാറ്റ് ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ലീഡ്സ് ടു ഹയർ പ്രൈസ് ആൻഡ് ഹയർ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഒരു പിക്ചർ ഡിയിൽ നിന്നും D2യിലേക്ക് ഡിമാൻഡ് കർവ് ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ പോയിൻറ്റ്സ് 60യിൽ നിന്നും 61ലേക്ക് അല്ലെങ്കിൽ പ്രൈസ് 80യിൽ നിന്നും 106ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഈ മാക്രോ എക്കണോമിക്സിൻ്റെ അനലൈസ് ചെയ്യുന്ന ഈ ഗ്രാഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കണോമി അതാണ് ആ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം മാക്രോ ഡയഗ്രാം ലുക്കിംഗ് അറ്റ് ദ റിയൽ GDP ആണ്, വിച്ച് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി എക്കണോമി ഇൻസ്റ്റെഡ് ഓഫ് ദി ക്വാണ്ടിറ്റി. സെക്കൻഡ് കേസ് വരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ദ പ്രൈസ് ഓഫ് എ ഗുഡ്സ് വി ആർ ലുക്കിംഗ് അറ്റ് ദി ഓവറോൾ പ്രൈസ് ലെവൽ. ദറ്റ് മീൻസ് അവിടെ PL എന്ന് കാണിക്കുന്നതാണ് ഓവറോൾ പ്രൈസ് ലെവൽ ഫോർ ദി എക്കണോമി. ഇൻഫ്ലേഷൻ മെഷേഴ്സ് ദ ആനുവൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി അഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ. ഈ പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഇൻഫ്ലേഷൻ്റെ റേറ്റ്, ആ പെർസെൻറ്റേജ് ചേഞ്ചസിനെയാണ് ഇൻഫ്ലേഷൻ റേറ്റ് എന്നതായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതേപോലെ ഇൻഡിവിജ്വൽ ഡിമാൻഡിന് പകരം ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. AD എന്നുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡാണ്, ദാറ്റ് മീൻസ് ടോട്ടൽ ഡിമാൻഡ് ഓഫ് ദി എക്കണോമി. അതേപോലെ ദി ഡയഗ്രാം ബേസ്ഡ് ദ സെയിം പ്രിൻസിപ്പിൾസ് ആസ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന അതേ ഡയഗ്രത്തിൻ്റെ പ്രിൻസിപ്പിൾസ് തന്നെയാണ് മാക്രോ എക്കണോമിക്സിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇൻഡിവിജ്വൽ യൂണിറ്റിൻ്റെതാണ് മൈക്രോ എക്കണോമിക്സിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഇത് അഗ്രിഗേറ്റ് എക്കണോമിയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ കൺസിഡറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്റ്റീവ് എക്സ്പ്ലനേഷനിൽ നിന്നും നമുക്ക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് ദി എക്കണോമിയാണ് മൈക്രോ എക്കണോമിക്സ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അഗ്രിഗേറ്റ് എക്കണോമിയാണ് മാക്രോ എക്കണോമിക്സ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ്, മൈക്രോ എക്കണോമിക്സ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് മാർക്കറ്റ് സൂൺ ക്രിയേറ്റ് ഇക്വിലിബ്രിയം. മൈക്രോ എക്കണോമിക്സിൽ ഇക്വിലിബ്രിയം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന കോൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് ഇൻ മാക്രോ എക്കണോമിക്സ് an economic may be in a state of disequilibrium, boom or recession for a longer period. Next വരുന്ന മാക്രോ എക്കണോമിക്സ് ടേക്ക് പ്ലേസ് ഗ്രേറ്റർ എംഫസൈസ് ഓൺ എംപിറിക്കൽ ഡാറ്റ ആൻഡ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ബട്ട് ഇൻ മൈക്രോ എക്കണോമിക്സ് tends to work from the theory first. Through this, it is not always the case. These are the main difference between microeconomics and macroeconomics. ഇനി നമുക്കതിൻ്റെ സിമിലാരിറ്റി എന്താണെന്ന് നോക്കാം. ഈ ഡിഫറൻസ് ഉണ്ടെങ്കിലും മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എക്കണോമിക്സ് എന്ന് പറയുന്ന സോഷ്യൽ സയൻസിൻ്റെ സ്പ്ലിറ്റപ്പ് വേർഷനായിട്ടാണ് പറയുന്നത്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും രണ്ടാണെങ്കിലും അത് എക്കണോമിക്സിൻ്റെ പാർട്ടാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ സിമിലാരിറ്റീസ് ഒന്ന് നമുക്ക് നോക്കാം. മൈക്രോ പ്രിൻസിപ്പിൾസ് ആർ യൂസ്ഡ് ഇൻ മാക്രോ എക്കണോമിക്സ്. ഇഫ് യു സ്റ്റഡി ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഡിവാലുവേഷൻ you are likely to use same economic principle such as elasticity of demand, changes in price, etc. അപ്പോൾ മൈക്രോ എക്കണോമിക്സിലാണെങ്കിലും മാക്രോ എക്കണോമിക്സിലാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസും തിയറീസും എപ്പോഴും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും രണ്ടും പരസ്പരം എഫക്റ്റ് ചെയ്യുന്നതാണ്. അത് മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സിനെയും എഫക്റ്റ് ചെയ്യും, മാക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിനെയും എഫക്റ്റ് ചെയ്യും. അതാണ് തിരിച്ചും മറിച്ചും അതെന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
അതായത് ഏതെങ്കിലും ഒരു ബേസിലുള്ള ഒരു പ്രൈസ് കൂടുമ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻസിലേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ഓയിൽ പ്രൊഡക്റ്റിൻ്റെ ഒരു സിംഗിൾ പ്രൊഡക്റ്റാണ് ഓയിൽ, അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇമ്പാക്റ്റ് എവിടെ വരും, നമ്മുടെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് പുഷപ്പ് ഓർ ഇൻഫ്ലേഷൻസിലേക്ക് നയിക്കും. അതേപോലെ ടെക്നോളജി റെഡ്യൂസസ് കോസ്റ്റ്, ടെക്നോളജി വരുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് റിഡക്ഷൻസ് വരും. അങ്ങനെ ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്, അങ്ങനെ കോസ്റ്റ് റിഡക്ഷൻസ് റൈസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും പരസ്പരം എഫക്റ്റ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ തിയറംസും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതേപോലെ മാക്രോ എക്കണോമിക്സിൻ്റെ പല ഫാക്ടേഴ്സുകളും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ എക്കണോമിക്സിനെയാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതായത് മൈക്രോ എക്കണോമിക്സിൻ്റെ മോഡൽസുകളെയാണ് മാക്രോ എക്കണോമിക്സിൽ പല കാര്യങ്ങളും പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും പരസ്പരം റിലേറ്റഡ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് എ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. മൈക്രോ എക്കണോമിക്സ് വെറും സിംഗിൾ യൂണിറ്റ് ഒരു നാരോ സെൻസിലാണ് കൺസിഡറേഷൻ അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ തിയറംസൊക്കെ പറയുന്നത്. പക്ഷേ മാക്രോ എക്കണോമിക്സ് ആകുമ്പോൾ ദ അഗ്രിഗേറ്റ് കൺസിഡറേഷൻസ് ആണ് വരുന്നത്. ദ ഹോൾ എക്കണോമിയാണ് അത് എന്ത് ചെയ്യുന്നത്, കൺസിഡറേഷൻ നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റാണ് മാനേജീരിയൽ എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സ്. നമുക്കറിയാം the basic functions of the management of a business unit is to achieve the objective of the organization. To achieve these objectives, the management has to take so many decisions on different business problems. Many of the decisions are taken under the conditions of uncertainty and involve risk. This uncertainty and risk arises mainly due to the changing marketing force or marketing condition or business environment. Hence, the process of decision making become more complex in the ever-changing environmental condition. In order to help business executive to solve their business and managerial problem, a new branches of economics has been developed in 1950s. This new branches of economics is known as managerial economics. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ഒപ്റ്റിമലായിട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് കണ്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫങ്ഷൻസ് കണ്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തന സമയങ്ങളിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിൽ സ്വാധീനിക്കുന്ന ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഡിസിഷൻ മേക്കിംഗ് ബിസിനസ്സിൽ അവർ കണ്ടക്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻസിലാണ്. നമുക്കറിയാം ഫ്യൂച്ചർ അൺസർട്ടൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഡിസിഷൻസ് തെറ്റാകാനും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതിനെയാണല്ലോ അൺസർട്ടൈനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺസർട്ടൈനിറ്റി ആയിരിക്കുന്ന ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഡിസിഷൻസിൽ റിസ്ക് റൈസ് ചെയ്യും. അപ്പോൾ ഈ അൺസർട്ടൈനിറ്റിയും റിസ്ക്കും അതിൽ ഇൻവോൾവഡ് ആകുന്നതിൻ്റെ പ്രധാന കാരണം എൻവിയോൺമെൻറ്റൽ ചേഞ്ചാണ്. നമുക്കറിയാം നമ്മുടെ ബിസിനസ് എൻവിയോൺമെൻറ്റ് ഡൈനാമിക്കാണ്, എവർ ചേഞ്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ആകണമെന്നില്ല ഫ്യൂച്ചറിൽ ശരിക്കും പെർസീവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അൺസർട്ടൈനിറ്റിയും റിസ്ക്കും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിലുള്ള കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് എക്സിക്യൂട്ടീവിൻ്റെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു എക്കണോമിക്സിൽ ഒരു ന്യൂ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു 1915. അപ്പോൾ ഈ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് ആണ് എന്തറിയപ്പെടുന്നത്? മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഈ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡിസിപ്ലിൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജുവൽ ഡീൻ എന്ന് പറയുന്ന അമേരിക്കൻ എക്കണോമിസ്റ്റാണ്. ഹീ കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ ജുവൽ ഡീൻ ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ട് കൺസിഡറേഷൻ ചെയ്യുന്നത്. അയാളുടെ അഭിപ്രായത്തിൽ the purpose of managerial economics is to show how economic analysis can be used in formulating business policies. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഡിസിപ്ലിൻ്റെ അല്ലെങ്കിൽ ഈ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സിൻ്റെ ബേസിക് പേർപ്പസ് എന്ന് പറയുന്നത് എക്കണോമിക് അനാലിസിസ്, അതായത് നമ്മൾ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന അനാലിസിസ് അല്ലെ ആ ഇൻഫർമേഷൻ, തിയറംസ്, പ്രിൻസിപ്പിൾസൊക്കെ ബിസിനസ് പോളിസീസ് ഫോർമുലേഷൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇത് ഡിസ്കഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ചസിൽ നമ്മൾ പഠിക്കുന്നത് എക്കണോമിക് അനാലിസിസ് അല്ലെ എക്കണോമിക് തിയറംസ് ആൻഡ് പ്രിൻസിപ്പിൾസൊക്കെ ബിസിനസ് പോളിസീസ് ഫോർമുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നതാണ് ഈ മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് മാനേജീരിയൽ എക്കണോമിക്സിലൂടെ നമ്മൾ ചെയ്യുന്നത് എക്കണോമിക്സിൽ അപ്ലിക്കബിൾ ആകുന്ന തിയറംസ്, എക്സാമ്പിൾ ഡിമാൻഡ് തിയറി, സപ്ലൈ തിയറി, അങ്ങനെ ഒരുപാട് തിയറംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമുക്കിന്നും പഠിക്കാനുണ്ട് വിശദമായിട്ട്. ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ ഈ തിയറംസൊക്കെ ഈ ഓർഗനൈസേഷൻസിൻ്റെ ബിസിനസ് പോളിസീസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദി അലോക്കേഷൻസ് ഓഫ് ദി സ്കേഴ്സ് റിസോഴ്സസ് അവൈലബിൾ ടു എ ഫേം എമംഗ് വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് എക്സെട്ര. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്കേഴ്സ് റിസോഴ്സസ് ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് നീഡ്സ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ തിയറംസ് നമ്മൾ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഫോർമുലേഷനിലെ പോളിസി ഫോർമുലേഷൻസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു ഡെഫിനിഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു സ്പെൻസർ ആൻഡ് സീഗൽമാൻ, managerial economics is the integrations of economic theory with business practices for the purpose of facilitating decision making and forward planning by the management. അപ്പോൾ ഇയാളുടെ സ്പെൻസറുടെ ഡെഫിനിഷൻസിൽ പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് എന്നത് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറിയാണ് വിത്ത് ദി ബിസിനസ് പ്രാക്ടീസസ്. അത് എക്കണോമിക്സിലെ തിയറി ബിസിനസ് പ്രാക്ടീസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നെക്സ്റ്റ്, ഫോർ ദി പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ് ബൈ ദി മാനേജ്മെൻറ്റ്. In the definition, we conclude decision making and forward planning are the two important functions of executive in a business enterprises. ഇപ്പോൾ ഫോർവേഡ് പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, മുൻകൂട്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ്. അതേപോലെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഓൾട്ടർനേറ്റീവിൽ നിന്ന് ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അനദർ ഡെഫിനിഷൻ, ഇൻ ദ വേർഡ്സ് ഓഫ് മിക്കായൽ ബേസ്, മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഹൗ ടു ഡയറക്റ്റ് സ്കേഴ്സ് റിസോഴ്സസ് ഇൻ എ വേ ദാറ്റ് മോസ്റ്റ് എഫക്റ്റീവ്ലി അച്ചീവ്സ് എ മാനേജീരിയൽ ഗോൾസ്. അപ്പോൾ ഇത് പറയുന്നത് മാനേജീരിയൽ അല്ലെ ഒരു ഓർഗനൈസേഷൻസിൻ്റെ ഗോൾസ് അത് നമുക്ക് എഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തുള്ള സ്കേഴ്സ് റിസോഴ്സസ് എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള പഠനമാണ്
മാനേജീരിയൽ എക്കണോമിക്സ് എന്നാണ് മിക്കായൽ ബേസിൻ്റെ ഡെഫിനിഷൻസ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷൻസിനൊക്കെ അവസാനമായിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് കൺസേൺഡ് വിത്ത് ദി അപ്ലിക്കേഷൻസ് ഓഫ് എക്കണോമിക് തിയറി ടു ബിസിനസ് മാനേജ്മെൻറ്റ്. It lies in between economics and business management, and it serves as a bridge between economics and business management. That is, simply it is the economics of business decision making process. That is, the study of how the firm manage their limited resources for achieving their organizational objectives. Simply, managerial economics bridge the gap between traditional economics theory and real business practices in two ways. Firstly, it provides a number of tools and techniques to enable the manager to become more competent to take decision in real and practical situation. Second one, it serves as an integrating causes to show the interaction between various areas in which the firm operates. അപ്പോൾ ഈ മാനേജീരിയൽ എക്കണോമിക്സ് തന്നെ പല പേരുകളിലും അറിയാം. ബിസിനസ് എക്കണോമിക്സ്, എക്കണോമിക്സ് ഓഫ് ദി ഫേം, അപ്ലൈഡ് എക്കണോമിക്സ്, ഇങ്ങനെ പറയുന്ന പല പേരുകളിലും നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിനെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ബിസിനസ് എക്കണോമിക്സും മാനേജീരിയൽ എക്കണോമിക്സും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് ഒരേ വേർഡ്സ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരേ ടേംസിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വേർഡ്സാണ് ബിസിനസ് എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത്. പക്ഷേ അതിൽ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് എക്കണോമിക്സ് ആണെങ്കിലും മാനേജീരിയൽ എക്കണോമിക്സ് ആണെങ്കിലും ഒരേ വേയിൽ തന്നെ പറയുന്നു. പക്ഷേ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓർഗനൈസേഷൻസിനും നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസിലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് ഈ എക്കണോമിക്സിൻ്റെ തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്യുന്നതിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വരുന്നത്. പക്ഷേ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് വിത്ത് ഡിസിഷൻ മേക്കിംഗ് ഇൻ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനെയാണ് സാധാരണഗതിയിൽ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ എക്കണോമിക് തിയറംസും പ്രിൻസിപ്പിൾസൊക്കെ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് ഉപയോഗിക്കുന്നതാകുമ്പോഴാണ് അതിന് സാധാരണഗതിയിൽ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നതിൻ്റെ സ്കോപ്പ് വൈഡാണ്. പക്ഷേ ബിസിനസ് എക്കണോമിക്സിൻ്റെ സ്കോപ്പ് കുറച്ചും കൂടി നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിനെ കമ്പയർ ചെയ്യുമ്പം അത് നാരോ ആണ്. കാരണം ബിസിനസ് എക്കണോമിക്സ് എന്നുള്ള ടേംസ് നമ്മൾ ഉപയോഗിക്കുക ബിസിനസ് ഓർഗനൈസേഷനാണ്. നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ് അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ചാരിറ്റബിൾ ട്രസ്റ്റ് പോലത്തെ ഒരുപാട്, അതുപോലെ ക്ലബ്ബുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ നോൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ സർവീസ് മോട്ടീവായിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻസിലും നമ്മളെ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എക്കണോമിക്സ് കോൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് എന്തിൽ ഉൾക്കൊള്ളും? മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ള ആ ഒരു ഡിസിപ്ലിൻസിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേസമയം ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസിന്, അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് ബോത്ത് പ്രോഫിറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് എക്കണോമിക്സിൻ്റെ തിയറംസും പ്രിൻസിപ്പിൾസും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ, അതായത് പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷൻസിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ലേമാൻ സെൻസിൽ മാനേജീരിയൽ എക്കണോമിക്സും ബിസിനസ് എക്കണോമിക്സും ഒരേപോലെയാണ്, ഒരേപോലെ ഇൻ്റർചേഞ്ചബിളായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വേർഡ്സുകളാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ മീനിങ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫാദർ ആരാണ്? മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ 2-3 ഡെഫിനിഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ബിസിനസ് എക്കണോമിക്സും മാനേജീരിയൽ എക്കണോമിക്സും തമ്മിലുള്ള കമ്പാരിസൺസും. അപ്പോൾ കൃത്യമായിട്ട് ആവശ്യമുള്ള നോട്ട്സ് ഉണ്ടാക്കി വെക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂസിൽ നമ്മൾ ഈ ഒരു വോയിസ് കൃത്യമായിട്ട് നമ്മൾ കേട്ട് നോട്ട് മേക്ക് ചെയ്ത് പഠിച്ച് വെക്കാം. ഓക്കെ.